നമസ്കാരം. ഇത് രണ്ടാം തവണയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരിപാടിക്കിടെ വെടിവയ്പ് നടക്കുന്നത്. 2024 ജൂലൈയിൽ പെൻസിൽവാനിയയിലായിരുന്നു ആദ്യ വെടിവയ്പ്. തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്കിടെ ട്രംപ് അന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇക്കുറി വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹോട്ടലിൽ ഒരുക്കിയ അത്താഴ വിരുന്നിനിടെയാണ് വെടിവയ്പ് നടന്നത്. വൈറ്റ് ഹൗസിലെ മാധ്യമപ്രവർത്തകർ ഒരുക്കിയ വിരുന്നിൽ ട്രംപ് പങ്കെടുത്തുകൊണ്ടിരിക്കെയാണ് ആക്രമണം. ട്രംപും നിരവധി മുതിർന്ന നേതാക്കളും പങ്കെടുത്ത ചടങ്ങിലേക്ക് ഓടിക്കയറുകയായിരുന്നു അക്രമി. കാലിഫോർണിയയിൽ നിന്നുള്ള 31 വയസ്സുള്ള പോൾ തോമസ് അലനാണ് പിടിയിലായത്. ട്രംപിനെയും ഭാര്യ മെലാനി ട്രംപിനെയും വൈസ് പ്രസിഡന്റ് JD വാൻസിനെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിരുന്നു. വെടിയുതിർത്ത തൂക്കുധാരി പരിപാടി നടന്ന വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹോട്ടലിലെ അതിഥിയായിരുന്നു. അതുകൊണ്ടാണ് അയാൾക്ക് അകത്തെത്താൻ കഴിഞ്ഞത്. സുരക്ഷാ സേന ഉടൻ തന്നെ ഹോട്ടൽ ഉൾപ്പെടെയുള്ള സ്ഥലം വളഞ്ഞിരുന്നു. ഇതോടെ നിയന്ത്രണം സേന ഏറ്റെടുക്കുകയും ചെയ്തു. ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിൽ ഒരു വെടിവെപ്പുകാരനെ പിടികൂടി എന്ന് ട്രംപ് പറഞ്ഞു. താനും വൈസ് പ്രസിഡന്റ് JD വാൻസും സുരക്ഷിതരാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. സ്ഥലം സുരക്ഷാ ഏജൻസികളുടെ നിയന്ത്രണത്തിലാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. വെടിവയ്പിന്റെ ലക്ഷ്യം താൻ തന്നെ ആയിരുന്നുവെന്നാണ് ട്രംപ് പറഞ്ഞത്. ഈ ഭ്രാന്തന്മാരെ കൈകാര്യം ചെയ്യണം, ട്രംപ് പറഞ്ഞു. ഡിന്നർ നടന്ന ഹോട്ടൽ ഹാളിൽ പരിഭ്രാന്തി നിറയുകയായിരുന്നു. ട്രംപിനെയും മെലാനിയെയും ഒഴിപ്പിച്ച സമയത്ത് അതിഥികളിൽ മിക്കവരും ഡിന്നർ സ്ഥലത്തെ മേശകൾക്ക് താഴെ ഒളിച്ചു. വെടിയൊച്ചകൾ മുഴങ്ങിയപ്പോൾ പുറത്തെ ഇടനാഴിയിൽ നിന്ന് ഡസൻ കണക്കിന് ആളുകൾ റൂമിലേക്ക് ഓടി. അത്താഴ വിരുന്നിൽ നിരവധി പേരുണ്ടായിരുന്നു. ഏതെങ്കിലും അക്രമി റൂമിലേക്ക് കയറി വന്ന് നിറയൊഴിക്കുമോ എന്ന് എല്ലാവരും ഭയന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ അതിഥികൾക്കു നേരെ തൂക്കുചൂണ്ടി നിന്നു. ഇവർക്കിടയിൽ അക്രമികൾ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയായിരുന്നു ഇത്. FBI ഡയറക്ടർ കാഷ് പട്ടേൽ ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. ഹിൽട്ടണിന് ചുറ്റുമുള്ള എല്ലാ റോഡുകളും മണിക്കൂറുകളോളം അടച്ചിട്ടിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ അവയെല്ലാം തടഞ്ഞിരുന്നു. എന്നാൽ വേദിയിൽ സുരക്ഷ അത്ര ശക്തമല്ലായിരുന്നു. ഒരാളെ കസ്റ്റഡിയിൽ എടുത്തതായും പ്രസിഡന്റിനും പ്രഥമ വനിതയ്ക്കും പരിക്കുകളൊന്നുമില്ലെന്ന് സ്ഥിരീകരിച്ചതായും US രഹസ്യാന്വേഷണ വിഭാഗം അറിയിച്ചു. ഹോട്ടലിന് ചുറ്റുമുള്ള പ്രദേശം കനത്ത സുരക്ഷയിലായി. ഒന്നിലധികം ആയുധങ്ങൾ പ്രതിയുടെ കൈവശമുണ്ടായിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ ഒരാൾക്ക് വെടിയേറ്റെങ്കിലും അപകടാവസ്ഥയിലല്ലെന്നാണ് വിവരം. ഉദ്യോഗസ്ഥൻ ബുള്ളറ്റ് പ്രൂഫ് കവചം ഉപയോഗിച്ചിരുന്നു. എന്തായാലും US വലിയ പരിഭ്രാന്തി പരത്താൻ ഈ സംഭവം വഴിവെച്ചിട്ടുണ്ട്.